ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ മെറ്റൽ ജോയിനിങ് പ്രോസസ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മൾ കാസ്റ്റിങ്ങും ഫോർജിങ്ങും എക്സ്ട്രൂഷനും അങ്ങനത്തെ ടോപ്പിക്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി വരുന്ന ടോപ്പിക്കാണ് ഈ മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് എന്നത്. അതിൽ 3 ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്: വെൽഡിങ്, സോൾഡറിങ്, ബ്രാസിങ്. ഈ 3 ടോപ്പിക്കിൽ വെൽഡിങ്ങിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. വെൽഡിങ്ങിനെ പറ്റി മാത്രം നമ്മളൊരു 2-3 വീഡിയോസോളം നമ്മൾ പഠിക്കും. സോൾഡറിങ്ങും ബ്രാസിങ്ങും ഓരോ വീഡിയോ വീതം പഠിച്ചാൽ മതി. അപ്പം തന്നെ അറിയാമല്ലോ എത്രത്തോളം പോർഷൻസ് നമുക്ക് പഠിക്കാനുണ്ടെന്ന്. വെൽഡിങ്ങിനെ പറ്റിയാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. ഈ മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 2 അതിലധികമോ വർക്ക് പീസുകളെ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സിനെയാണ് മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. 2 അതിലധികമോ വർക്ക് പീസുകളെ തമ്മിൽ ജോയിൻ ചെയ്യണം. മെറ്റൽ വർക്ക് പീസുകളെ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് ഈ വെൽഡിങ്ങും സോൾഡറിങ്ങും ബ്രാസിങ്ങും എന്നൊക്കെ പറയുന്നത്. ഈ സോൾഡറിങ് ഈ സോൾഡറിങ് നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും. ഇലക്ട്രോണിക് സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് ഈ സോൾഡറിങ് ഒക്കെ ഉപയോഗമുള്ളതാണ്. ഈ PCB പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡിലൊക്കെ സർക്യൂട്ട്സൊക്കെ സോൾഡർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഈ സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്, തമ്മിൽ ജോയിൻ ചെയ്യാനും ഒക്കെ. അപ്പം അങ്ങനെ ഈ ചെറിയ കമ്പോണൻസ്, ചെറിയ സർക്യൂട്ടൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് സോൾഡറിങ് എന്ന് പറയുന്നത്. അതും മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ബ്രേസിങ്. ഈ വെൽഡിങ് എന്ന് പറയുന്നത് നമ്മൾ ഡൊമസ്റ്റിക്കായിട്ട് ഒരുപാട് കണ്ട് കാണും. നിങ്ങൾ മിക്കവരും ഈ ഗേറ്റൊക്കെ വെൽഡ് ചെയ്ത് വയ്ക്കുന്നതെല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ജനലൊക്കെ വെൽഡ് ചെയ്തതാണ് ഗേറ്റ്. പിന്നെ ചിലപ്പോൾ ഇരുമ്പ് മേശ, അയൺ കൊണ്ടുണ്ടാക്കിയ മേശ, സ്റ്റൂള്, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല ഈ വീടുകളിലൊക്കെ പല ഡിസൈൻസിലുള്ള ഗ്രിൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വെൽഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഒരുപാട് മെറ്റൽ പീസുകളെ തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് വെൽഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിച്ചാണ്. അപ്പോൾ അങ്ങനെ മെറ്റൽസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അതായത് മെറ്റൽ കൊണ്ടുണ്ടാക്കിയ വർക്ക് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സുകളെയാണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വെൽഡിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റിയായിരിക്കും പഠിച്ചു തുടങ്ങുന്നത്. വെൽഡിങ്ങിനെ പറ്റിയുള്ള ഒരു ജനറൽ ഇൻട്രൊഡക്ഷനാണ് ഈ വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു തുടങ്ങും. അപ്പോൾ മെറ്റൽ ജോയിനിങ് പ്രോസസ്സിൽ വെൽഡിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ പലരും വെൽഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടു കാണും. അതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് കാണാം. വെൽഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ്, ഈ വെൽഡിങ് എന്ന് പറഞ്ഞാൽ ഒരു പെർമനൻറ്റ് ജോയിൻറ്റ്, 2 അതിലധികമോ മെറ്റൽ പീസുകളെ തമ്മിൽ ഒരു പെർമനൻ്റായിട്ട് ഒരു ജോയിൻ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് വെൽഡിങ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, പെർമനൻറ്റ് ജോയിൻ്റാണ് ഉണ്ടാക്കുന്നത്, ടെമ്പററി ജോയിൻ്റില്ല. ടെമ്പററി ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ ജോയിൻറ്റിന് വലിയ സ്ട്രെങ്ത് ഒന്നും കാണത്തില്ല. വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ അതിനെ പൊട്ടിച്ച് നമുക്ക് ഈസിയായിട്ട് ഇളക്കിയെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനത്തെ ജോയിൻ്റെയാണ് ടെമ്പററി ജോയിൻ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ നട്ടും ബോൾട്ടും ഉപയോഗിച്ച് 2 മെറ്റൽ പീസുകളെ നമുക്ക് ജോയിൻ ചെയ്ത് വയ്ക്കാനൊക്കെ, അതിനെ തന്നെ അത് ടെമ്പററി ജോയിൻ്റ് എന്നാണ് പറയുന്നത്. കാരണം നട്ടിനെ നമുക്ക് ലൂസ് ചെയ്ത് ആ ബോൾട്ടിനെ അങ്ങ് റിമൂവ് ചെയ്ത് ആ 2 വർക്ക് പീസ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് എടുക്കാം. 2 എത്ര വർക്ക് പീസ് വേണം, നമുക്കൊരു 10 വർക്ക് പീസ് വേണമെങ്കിൽ 10 പീസുകൾ വേണമെങ്കിലും കമ്പൈൻ ചെയ്ത് ഒറ്റയ്ക്ക് നട്ട് ബോൾട്ട് നടുക്കൊരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അതിലോട്ട് ബോൾട്ട് കയറ്റി നട്ടിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതെല്ലാം ടെമ്പററി ജോയിൻ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ നട്ടിന് ലൂസ് ചെയ്തിട്ട് ബോൾട്ട് ഇളക്കിയെടുത്ത ആ വർക്ക് പീസുകൾ, ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വർക്ക് പീസുകളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനൊക്കും. അപ്പോൾ അങ്ങനത്തെ ജോയിൻ്റ് അല്ല, അതെല്ലാം ടെമ്പററി ജോയിൻ്റ് ആണ്. അങ്ങനത്തെ ജോയിൻ്റ് അല്ല. പെർമനൻറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാനോ ആ വർക്ക് പീസുകളെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനോ ഒക്കത്തില്ല. വളരെ സ്ട്രെങ്ത് ഉള്ള ജോയിൻറ്റിനെയാണ് പെർമനൻറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പെർമനൻറ്റ് ജോയിൻ്റ് ഉണ്ടാക്കുന്ന 2 അതിലധികം വർക്ക് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു പെർമനൻറ്റ് ജോയിൻ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് വെൽഡിങ് എന്ന് പറയുന്നത്. അതും വിത്ത് ഹെൽപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് അപ്ലൈ ചെയ്താണ് ആ ജോയിൻ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് വെൽഡിങ് എന്ന് പറയുന്നത്. ഹീറ്റ് അപ്ലൈ ചെയ്ത് ഒരു പെർമനൻറ്റ് ജോയിൻ്റ്, 2 അതിലധികം വർക്ക് പീസുകൾ തമ്മിൽ യോജിപ്പിച്ച് ജോയിൻ്റ് ഉണ്ടെങ്കിൽ ഒരു പെർമനൻറ്റ് ജോയിൻ്റ്, ഹീറ്റ് അപ്ലൈ ചെയ്ത് ഒരു പെർമനൻറ്റ് ജോയിൻ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് വെൽഡിങ് എന്ന് പറയുന്നത്. നമ്മൾ ഫോർജിങ് എന്ന് പറയുന്ന പ്രോസസ്സ് പഠിച്ചപ്പോൾ നമ്മൾ അതിൽ വെൽഡിങ് എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടായിരുന്നു. അതിൽ ഹാൻഡ് ഫോർജിങ് ഓപ്പറേഷൻസിൽ ഒരെണ്ണം വെൽഡിങ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനായിരുന്നു. അതിൽ നമ്മൾ പഠിച്ചത് എന്തെന്ന് വെച്ചാൽ 2 വർക്ക് പീസുകൾ അതിൻ്റെ എഡ്ജസ് എവിടെയാണ് ജോയിൻറ്റ് ചെയ്യേണ്ടത് ആ എഡ്ജസിനെ ചൂടാക്കും. പ്ലാസ്റ്റിക് ഷീറ്റിലോട്ട് ചൂടാക്കിയിട്ട് ആ 2 എഡ്ജസും കൂടെ ചേർത്ത് വെച്ചിട്ട് ബാൾപീൻ ഹാമർ അല്ലെങ്കിൽ ഹാമർ ഇട്ട് ബ്ലോ കൊടുക്കുക. അതായത് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്താണ് അതിനെ 2 വർക്ക് പീസിനെ കൂടെ അങ്ങ് ജോയിൻ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അവിടെയും വെൽഡിങ് പ്രോസസ്സ് നടത്തിയത് ഹീറ്റ് അപ്ലൈ ചെയ്തിട്ടാണ്. അപ്പോൾ ബേസിക്കലി ഹീറ്റ് അപ്ലൈ ചെയ്ത് ഒരു പെർമനൻറ്റ് ജോയിൻ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് വെൽഡിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഫോർജിങ്ങിൻ്റെ അകത്തുള്ള വെൽഡിങ്ങിലും ഈ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫോർജിങ്ങിൻ്റെ അകത്തുള്ള വെൽഡിങ്ങിൽ വേറൊരു സംഭവം കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കംപ്രസീവ് ഫോഴ്സും കൂടെ അപ്ലൈ ചെയ്താണ് അവിടെ ജോയിൻ്റ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ഹീറ്റ് അപ്ലൈ ചെയ്താണ് ജോയിൻ്റ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ ചില കേസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യും. അതല്ല വേറെ ചില വെൽഡിംഗ് മെത്തേഡ്സിലാണെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യത്തില്ല. 2 കാറ്റഗറിയിലും ഉണ്ട്. ചില വെൽഡിംഗ് തന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് വെൽഡിംഗ് ഉണ്ട്. അതിൽ ചില വെൽഡിംഗ് പ്രോസസ്സുകളിൽ ഫോഴ്സ് എക്സ്ട്രാ ഫോഴ്സും കൂടെ അപ്ലൈ ചെയ്ത് കംപ്രസീവ് ഫോഴ്സോ അങ്ങനെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താണ് ജോയിൻ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ വെൽഡിംഗ് പ്രോസസ്സുകളും ഉണ്ട്. ഒരു ഫോഴ്സും ഇല്ലാതെ തന്നെ ജോയിൻ്റ് ഉണ്ടാക്കുന്ന ഹീറ്റ് മാത്രം അപ്ലൈ ചെയ്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ജോയിൻ്റ് ഉണ്ടാക്കുന്ന വെൽഡിംഗ് മെത്തേഡ്സും ഉണ്ട്. അപ്പം ഫോഴ്സ് അപ്ലൈ ചെയ്തും വെൽഡിങ് നമുക്ക് ചെയ്യാം. ഫോഴ്സ് അപ്ലൈ ചെയ്യാതെയും ഈ വെൽഡ് എന്ന് പറയുന്ന ആ ജോയിൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പോയിൻറ്റ്. പിന്നെ ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ചില കേസിൽ ഈ വെൽഡിങ് ജോയിൻറ്റ് ഉണ്ടാക്കാനായിട്ട് എക്സ്റ്റേണലായിട്ട് നമ്മൾ മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കും. എക്സ്ട്രാ ഫില്ലർ മെറ്റീരിയൽ എന്ന് പറയും. അങ്ങനെ എക്സ്ട്രാ മെറ്റീരിയലും കൂടെ ആഡ് ചെയ്ത് നമ്മളൊരു ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കും. ചില വെൽഡിംഗ് പ്രോസസ്സിലും എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കും. ചില വെൽഡിംഗ് പ്രോസസ്സിൽ എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കത്തില്ല. നമ്മുടെ ഫോർജ് വെൽഡിംഗ് എന്ന് പറയുന്നത് അതിൽ എക്സ്ട്രാ മെറ്റീരിയൽ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം നമ്മൾ 2 വർക്ക് പീസ് അതിൻ്റെ എഡ്ജസ് തമ്മിൽ ചൂടാക്കിയിട്ട് അതിനെ ചേർത്ത് വെച്ച് ഹാമർ വെച്ച് ബ്ലോ കൊടുത്താണ് അതിനെ ജോയിൻ ചെയ്യുന്നത്. അവിടെ നമ്മൾ എക്സ്ട്രാ മെറ്റീരിയലൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ഫില്ലർ മെറ്റീരിയലൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പക്ഷേ ചില വെൽഡിംഗ് പ്രോസസ്സിലാണെങ്കിൽ എക്സ്ട്രാ ഫില്ലർ മെറ്റീരിയലും കൂടെ ആഡ് ചെയ്ത് കൊടുത്താലേ ആ ജോയിൻ്റ് ഉണ്ടാക്കിയെടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സുകളുണ്ട്. ചില വെൽഡിംഗ് പ്രോസസ്സിൽ എക്സ്ട്രാ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും, ചിലതിൽ എക്സ്ട്രാ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരത്തില്ല. ചിലതിലാണെങ്കിൽ ഫില്ലർ മെറ്റീരിയൽ എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കും, ചിലതിലാണെങ്കിൽ എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ പ്രോസസ്സുകളെല്ലാം ഉണ്ട്. ബേസിക്കലി വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് അപ്ലൈ ചെയ്ത് 2ഓ അതിലധികമോ മെറ്റൽ വർക്ക് പീസുകൾ തമ്മിൽ ഒരു പെർമനൻറ്റ് ജോയിൻ്റ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് വെൽഡ് എന്ന് പറയുന്ന ജോയിൻ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഡിഫറെൻറ്റ് ഫോട്ടോസ്. ഞാനിവിടെ ഗൂഗിളിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വെൽഡ് എന്ന് പറയുന്ന സംഭവം. ഇതിന് മൊത്തത്തിലാണ് വെൽഡ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ആക്ച്വൽ വെൽഡ് എന്ന് പറയുന്നത്. ഈ സംഭവമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. വെൽഡിംഗ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇങ്ങനത്തെ രൂപമെല്ലാം നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതാണ് വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇതിനെ ഈ കാണുന്ന ഈ സാധനത്തിന് വെൽഡ് എന്നാണ് പറയുന്നത്. ഇതിനെ വെൽഡ് ജോയിൻ്റ് എന്ന് പറയും. കാരണം വെൽഡിംഗ് ഉപയോഗിച്ച് ഈ മെറ്റൽ പീസുകൾ ഇതിപ്പോൾ 2 പൈപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ആ ജോയിൻ്റാണ് ഇവിടെ വെൽഡിംഗ് ഉപയോഗിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിനെ വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയും. ഈ ജോയിനെ വെൽഡ് ജോയിൻ്റ് എന്നോ അല്ലെങ്കിൽ വെൽഡഡ് ജോയിൻ്റ് എന്നൊക്കെ പറയും. ഇതൊക്കെ കണ്ട, ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് വെൽഡ് എടുത്തിരിക്കുകയാണ്. ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് വെൽഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരുപാട് സ്കില്ലുള്ള വർക്കറിനെ കൊണ്ട് ഇങ്ങനെ ഇത്രത്തോളം നല്ല ഡിസൈനിൽ പെർഫെക്റ്റ് ആയിട്ടൊക്കെ വെൽഡ് ചെയ്തെടുക്കാനൊക്കത്തുള്ളൂ. ഇതും ഓൾമോസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെൽഡിംഗ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതെല്ലാം വളരെ സ്കില്ലുള്ള എക്സ്പീരിയൻസ് ഉള്ള വർക്കറിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാനൊക്കത്തുള്ളൂ. ഇതും കുറച്ച് സ്കില്ല് കുറഞ്ഞ വർക്കറാണെന്ന് പറയാം. ഇതൊക്കെ നമ്മളെ പോലുള്ള ആൾക്കാർ ചുമ്മാ ഇരുന്ന് വെൽഡ് ചെയ്താൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും അപ്പോൾ ഇതാണ് വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇതാണ് ഈ വെൽഡ് കൊണ്ടുണ്ടാക്കിയത് ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം മെറ്റൽ പീസുകളെ 2ഓ അതിലധികമോ മെറ്റൽ പീസുകളെ തമ്മിൽ ഒരു പെർമനൻറ്റ് ജോയിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ നമുക്ക് പെട്ടെന്ന് ഈ പീസുകളെ സെപ്പറേറ്റ് ചെയ്യാനൊക്കത്തില്ല. ഒന്നുകിൽ ആ പീസുകൾ തമ്മിൽ അടിച്ചു പൊടിക്കണം. ഇവിടെ ഇപ്പോൾ ഈ വെൽഡിനെ ഹാമർ ഉപയോഗിച്ച് അടിച്ച് പൊട്ടിച്ചാലേ ഈ പീസുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. അല്ലാതെ നട്ട് ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നട്ടിന് ലൂസ് ചെയ്ത് ബോൾട്ടിന് ഇളക്കിയെടുക്കും പോലെയൊന്നും ഈ വെൽഡർ ജോയിൻസിന് നമുക്ക് ഇളക്കിയെടുക്കാനോ അല്ലെങ്കിൽ പീസുകളെ സെപ്പറേറ്റ് ചെയ്യാനോ ഒക്കത്തില്ല. അതിനെ ബ്രേക്ക് ചെയ്ത് ഈ വെൽഡിനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് സാധനം എടുക്കാനൊക്കത്തുള്ളൂ. അപ്പം വളരെ സ്ട്രെങ്ത് കൂടിയ ഒരു പെർമനൻറ്റ് ജോയിൻ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഈ വെൽഡിങ്ങിനെ നമ്മൾ ഒരുപാട് ടൈപ്സ് ഓഫ് വെൽഡിംഗ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ്, സോളിഡ് ഫേസ് വെൽഡിംഗ്, സ്പെഷ്യൽ പർപ്പസ് വെൽഡിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാറ്റഗറി ഓഫ് വെൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഇതിലാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ചില പ്രോസസ്സിലൊക്കെ എക്സ്ട്രാ ഫോഴ്സ് അപ്ലൈ ചെയ്താണ് വെൽഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചിലതിലാണെങ്കിൽ എക്സ്ട്രാ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല. ഇവിടെ ഈ ആർക്ക് വെൽഡിങ്ങിലും ഗ്യാസ് വെൽഡിങ്ങിലാണെങ്കിൽ സാധാരണ എക്സ്ട്രാ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്തില്ല. പക്ഷേ ഈ റെസിസ്റ്റൻസ് വെൽഡിങ്ങിലും സോളിഡ് ഫേസ് വെൽഡിങ്ങിലാണെങ്കിൽ എക്സ്ട്രാ ഫോഴ്സ് അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്യുന്ന കേസും ഇതിൽ ചില പ്രോസസ്സിലാണ് എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്യാതെയാണ് വെൽഡ് ഉണ്ടാക്കുന്നത്. ചിലതിലാണ് എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടാണ് വെൽഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. വെൽഡ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം ആക്ച്വലി ഈ കാണുന്നതെല്ലാം എക്സ്ട്രാ മെറ്റീരിയലാണ്. എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്താണ് ഈ വെൽഡ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് വെൽഡിനെ കാണാൻ ഒക്കുന്നത്. എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്തുകൊണ്ട്. എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ സത്യം പറഞ്ഞാൽ വെൽഡിനെ അവിടെ കാണാനേ ഒക്കത്തില്ല. എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നില്ല എങ്കിൽ സ്ട്രെങ്ത് കുറയും. അങ്ങനെ കൂടുതൽ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയാണ് എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്ത് ഇങ്ങനെ ഒരു ജോയിൻ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിലൊക്കെ എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്താണ്, അല്ലെങ്കിൽ ഫോർജ് വെൽഡിംഗ് ഒക്കെ ആയിരിക്കും. ഫോർജ് വെൽഡിങ്ങിൽ എക്സ്ട്രാ മെറ്റീരിയൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ പീസുകളൊന്നും ഫോർജ് വെൽഡിംഗ് ഉപയോഗിച്ച് നമുക്ക് ജോയിൻ ചെയ്യാനൊക്കത്തില്ല. ഇങ്ങനെ രണ്ടെണ്ണത്തെ തമ്മിൽ ചൂടാക്കിയിട്ട് അതിനെ ഹാമറിട്ട് അടിച്ചൊന്നും ജോയിൻ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ലല്ലോ ഈ കമ്പൗണ്ട്സ് ഒന്നും. അപ്പോൾ ഇതൊന്നും ഫോർജ് വെൽഡിംഗ് വഴി നമുക്ക് ജോയിൻ ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് വേറെ ടൈപ്പ് ഓഫ് വെൽഡിംഗ്, ഇതെല്ലാം ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആർക്ക് വെൽഡിങ്ങിനെ പറ്റി നമ്മൾ പഠിക്കും.
അപ്പോൾ അതിലൊക്കെ എക്സ്ട്രാ ഫില്ലർ മെറ്റീരിയൽ ആഡ് ചെയ്താണ്, എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുത്താണ് ഈ വെൽഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിങ്ങിൽ നമ്മൾ പഠിച്ച ഈ ഫോർജ് വെൽഡിംഗ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഈ സോളിഡ് ഫേസ് വെൽഡിങ്ങിലാണ് വരുന്നത്. നമ്മൾ ഈ അതിലെ സോളിഡ് ഫേസ് വെൽഡിംഗ് എന്ന് പറയാൻ കാര്യം, ഈ വെൽഡ് ഉണ്ടാക്കുന്ന ഭാഗം സാധാരണ ഈ ആർക്ക് വെൽഡിങ്ങിലും ഗ്യാസ് വെൽഡിങ്ങിലും ഒക്കെ ആണെങ്കിൽ ഈ വെൽഡ് വരുന്ന ഭാഗത്തിന് അവിടെ മെൽറ്റ് ചെയ്യിക്കും, ആ ഏരിയ മാത്രം കുറച്ച് തിക്നെസ്സിൽ അവിടുത്തെ മെറ്റീരിയലുണ്ട് മെൽറ്റ് ചെയ്യിക്കും. അപ്പം മെൽറ്റ് ചെയ്യാൻ മാത്രമുള്ള അത്രത്തോളം ഹൈ ടെമ്പറേച്ചർ ഇവിടെ ഉണ്ടാക്കും. അങ്ങനെ ഈ വെൽഡ് വരുന്ന ഭാഗത്ത് മാത്രമുള്ള ആ എഡ്ജസിനെയോ അല്ലെങ്കിൽ ആ പാർട്ടിൽ മാത്രം കുറച്ച് തിക്നെസ്സിലുള്ള മെറ്റീരിയലിനെ മെൽറ്റ് ചെയ്തിട്ടാണ് ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫില്ലർ മെറ്റീരിയലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് സാധാരണയുള്ള രീതി എന്ന് വെച്ചാൽ. പക്ഷേ ഫോർജ് വെൽഡിങ്ങിൽ നമ്മളങ്ങനെ മെൽറ്റ് ചെയ്യുന്ന അത്രത്തോളം ടെമ്പറേച്ചർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് എത്തുന്ന അത്രയും ഹൈ ടെമ്പറേച്ചർ ഉപയോഗിക്കുന്നുള്ളൂ. പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയിട്ടാണ് അതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഹാമറിട്ട് അടിച്ച് അതിനെ ഒരു പീസാക്കി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സോളിഡ് ഫേസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മെൽറ്റ് ചെയ്യുന്നൊന്നുമില്ല, ലിക്വിഡ് ഫോമിലോട്ടൊന്നും ആക്കുന്നില്ല. സാധാരണ ഇവിടുത്തെ ഈ ഏരിയയിലെ മെറ്റൽ കുറച്ച് തിക്നെസ്സിൽ ലിക്വിഡ് ഫോമിലോട്ട് ആക്കിയിട്ടാണ് നമ്മളിവിടെ ഈ ഫില്ലർ മെറ്റീരിയലൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് വെൽഡ് ഉണ്ടാക്കി എടുക്കുന്നത്. ഇതെല്ലാം ആർക്ക് വെൽഡിങ്ങിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ആർക്ക് വെൽഡിങ് അല്ലെങ്കിൽ ഗ്യാസ് വെൽഡിങ്ങിലാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സോളിഡ് ഫേസ് വെൽഡിങ്ങിനാണെങ്കിൽ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് മാത്രമേ ചൂടാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിനെ സോളിഡ് ഫേസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഫോർജ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ സോളിഡ് ഫേസ് വെൽഡിങ്ങിൻ്റെ അകത്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണ് ഈ ഫോർജ് വെൽഡിംഗ് എന്ന് പറയുന്നത്. കാരണം അതിലെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയിട്ടാണ് അവിടെ വെൽഡ് ജോയിൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം സോളിഡ് ഫേസ് വെൽഡിംഗ് എന്ന് പറയും. ഈ സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ അണ്ടർ വാട്ടർ വെൽഡിംഗ് ഒക്കെ ഈ കേസിലാണ് വരുന്നത്. അണ്ടർ വാട്ടർ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിനടിയിൽ വെച്ച് വെൽഡിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്പാർക്കൊന്നും അതിൽ അണ്ടർ വാട്ടർ വെള്ളത്തിനടിയിൽ വെച്ച് ചെയ്യുമ്പം കെട്ടുപോകത്തില്ല, സ്പാർക്കൊന്നും കെട്ടുപോകത്തില്ല. അപ്പം ആ വെള്ളത്തിനടിയിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പെഷ്യൽ വെൽഡിംഗ് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ് സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സുകളാണ് ഈ സ്പെഷ്യൽ വെൽഡിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അണ്ടർ വാട്ടർ വെൽഡിംഗ് ഒക്കെ അതിൻ്റെ അകത്ത് വരുന്നതാണ്. നമുക്ക് ആക്ച്വലി ഈ സിലബസിൽ ആർക്ക് വെൽഡിംഗ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ സിലബസിലായിരുന്നെങ്കിൽ ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ് ഈ 3 ടൈപ്പ് ഓഫ് വെൽഡിങ്ങിനെ പറ്റിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ സിലബസിൽ ആർക്ക് വെൽഡിംഗ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഗ്യാസ് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിങ്ങും ഇല്ല, കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്യാസ് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ് നമുക്ക് ഒഴിവാക്കാം. ആർക്ക് വെൽഡിങ്ങിനെ പറ്റി മാത്രം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അടുത്ത വീഡിയോ മുതൽ ആർക്ക് വെൽഡിങ്ങിനെ പറ്റിയായിരിക്കും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 1-2 വീഡിയോ നമ്മൾ പഠിക്കുന്നത്. ഗ്യാസ് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിങ്ങും നമ്മൾ കഴിഞ്ഞ സിലബസിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ സിലബസിൽ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്നത്. ഈ ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ആർക്ക് വെൽഡിങ്ങിൽ ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ചാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് അപ്ലൈ ചെയ്താണ് ഒരു വെൽഡ് ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞു. ആ ഉണ്ടാവുന്ന ആ ഹീറ്റ് നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ചാണ്. ഇലക്ട്രിക് ആർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിസിറ്റി കറണ്ടിൻ്റെ ഫ്ലോയാണ് ഇലക്ട്രിക് ആർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഇലക്ട്രിക് ആർക്കിൽ നിന്നാണ് ഹീറ്റ് കിട്ടുന്നത്, വെൽഡ് ചെയ്യാനുള്ള ഹീറ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിനെ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. അതേസമയം എന്തെങ്കിലും ഗ്യാസ് ബേൺ ചെയ്താണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ, വെൽഡ് ചെയ്യാനുള്ള ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും പർട്ടിക്കുലർ ഗ്യാസ് ബേൺ ചെയ്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയും. സാധാരണ അസറ്റ്ലീൻ ഗ്യാസാണ് ഈ ഗ്യാസ് വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അസറ്റ്ലീൻ ഗ്യാസ് ബേൺ ചെയ്യും. ഓക്സിജൻ്റെ പ്രസൻസിൽ അസറ്റ്ലീൻ ഗ്യാസിന് നമുക്ക് വളരെ കൺട്രോൾഡ് ആയിട്ട് ബേൺ ചെയ്യാനായിട്ട് സാധിക്കും. അസറ്റ്ലീൻ ഗ്യാസ് ബേൺ ചെയ്യുമ്പോഴേക്കും വളരെ ഹൈ ടെമ്പറേച്ചർ ഫോം ചെയ്യും. അറൗണ്ട് 2000 ഡിഗ്രി സെൽഷ്യസ് എന്ന് ഫോം ചെയ്യുമെന്ന് തോന്നുന്നു. അത്രത്തോളം ഹൈ ടെമ്പറേച്ചറിലായിരിക്കും ആ വെൽഡിങ് ചെയ്യുന്നത്. ആർക്ക് വെൽഡിങ്ങിലാണെങ്കിൽ ഗ്യാസ് വെൽഡിങ്ങിനെക്കാളും ഹൈ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് 3600 ഡിഗ്രി സെൽഷ്യസ് വരെ ആർക്ക് വെൽഡിങ്ങിലുള്ള ഇലക്ട്രിക് ആർക്കിന് ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്യാസ് വെൽഡിങ്ങിനാണെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ഗ്യാസ് ബേൺ ചെയ്താണ് വെൽഡിങ്ങിലുള്ള ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. സാധാരണ അസറ്റ്ലീൻ ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് മൂലം ഉണ്ടാകുന്ന ഹീറ്റ്. നിങ്ങൾക്കറിയാം, റെസിസ്റ്റൻസ് ഫോം ചെയ്യുന്നതെങ്കിൽ ആ ഭാഗത്ത് റെസിസ്റ്റൻസ് ഫോം ചെയ്യുന്ന ആ പാർട്ടിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ കുറച്ച് ചെറിയ എമൗണ്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ എന്നാലും ആ ജനറേറ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസ് മൂലം ഉണ്ടാകുന്ന ഹീറ്റ് എനർജി ഉപയോഗിച്ചായിരിക്കും വെൽഡിംഗ് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് എന്നും പറഞ്ഞ് മേ ബി 2-3 മാർക്സിനുള്ള ക്വസ്റ്റനായിട്ട് ചോദിക്കും. അപ്പോൾ ഈ സമയത്ത് ഇതങ്ങ് ലിസ്റ്റ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് വേണമെങ്കിൽ 1-2 സെൻറ്റൻസ് ഓരോന്നിനെ പറ്റി എഴുതാനൊക്കെ. ഗ്യാസ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് വെൽഡിങ്ങിന് വേണ്ടിയുള്ള ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ബേൺ ചെയ്താണ്. അസറ്റ്ലീൻ ഗ്യാസ് ഓക്സിജൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്യപ്പോഴാണ് ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അത് ഗ്യാസ് വെൽഡിംഗ്. റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് മൂലം ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് ഉപയോഗിച്ച് ആ പാർട്ടിൽ വെൽഡിംഗ് ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് റെസിസ്റ്റൻസ് വെൽഡിംഗ്. സോളിഡ് ഫേസ് വെൽഡിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഫോർജ് വെൽഡിങ്ങിൻ്റെ ആ സെയിം പ്രോസസ്സ് തന്നെ എഴുതാനൊക്കും. സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അണ്ടർ വാട്ടർ വെൽഡിംഗ് എന്നൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാനൊക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതിയാൽ അത് 2-3 മാർക്സിന് മാത്രമേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് എന്ന് പറഞ്ഞ് ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇതിൽ
ആർക്ക് വെൽഡിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ഈ വെൽഡിങ്ങിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. ബേസിക് വെൽഡിങ്ങിൻ്റെ, ആർക്ക് വെൽഡിംഗ് അല്ല, ബേസിക് ആയിട്ടുള്ള വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും കൂടെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓരോന്നായിട്ട് ജസ്റ്റ് പറയാം. ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബേസ് മെറ്റലിൻ്റെ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും ഈ വെൽഡർ ജോയിൻ്റ് എന്ന് പറയുന്നത്. ബേസ് മെറ്റൽ എന്ന് ഉദ്ദേശിക്കുന്ന വർക്ക് പീസ്, എന്തൊക്കെ പീസുകളാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്, ആ പീസിൻ്റെ തന്നെ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ജോയിൻറ്റ്, വെൽഡർ ജോയിൻറ്റ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. വെൽഡിംഗ് മെത്തേഡ് ഉപയോഗിച്ചാണ് ഒരു ജോയിൻറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ബേസ് മെറ്റൽ, അതായത് ആ വർക്ക് പീസ്, ജോയിൻ ചെയ്യുന്ന വർക്ക് പീസിൻ്റെ ആ സെയിം സ്ട്രെങ്ത് തന്നെ ആ ജോയിൻറ്റിനും ഉണ്ടായിരിക്കും. അതൊരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, വെൽഡിംഗ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വലിയ കോസ്റ്റ് ഒന്നുമില്ല, വളരെ പോർട്ടബിളാണ്. വെൽഡിംഗ് എക്യുപ്മെൻറ്റ് ഒരു AC അല്ലെങ്കിൽ DC ട്രാൻസ്ഫോമർ മാത്രം കാണും. പിന്നെ ബാക്കി എക്യുപ്മെൻറ്റ്സ് എല്ലാം വളരെ ചീപ്പാണ്, വലിയ വിലയൊന്നും ഇല്ലാത്ത എക്യുപ്മെൻറ്റ്സ് ആണ് ഈ വെൽഡിങ്ങിന് വേണ്ടി സാധാരണ രീതിയിലുള്ള വെൽഡിങ്ങിന് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം കോസ്റ്റും അല്ല, മാത്രമല്ല പോർട്ടബിളാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തന്നെ എത്തിക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ വെൽഡിങ്ങിന് ആൾ വരുമ്പോൾ ഓട്ടോയിലായിരിക്കും അതിൻ്റെ ട്രാൻസ്ഫോമറും ബാക്കി കമ്പോണൻസ് എല്ലാം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എനർജി ഇവിടെ, അത് ഇലക്ട്രിസിറ്റി എവിടെയാണോ അവൈലബിൾ ആയിട്ടുള്ള അങ്ങോട്ടെല്ലാം അവിടെ കൊണ്ടുവച്ച് നമുക്ക് വെൽഡിങ് ചെയ്യാനായിട്ട് സാധിക്കും. ഗ്യാസ് വെൽഡിംഗ് ആയിരുന്നാൽ പോലും ചെറിയ 2 സിലിണ്ടർ ആയിരിക്കും ഗ്യാസ് വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ സിലിണ്ടേഴ്സ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വെൽഡിംഗ് എക്യുപ്മെൻറ്റ്സ് എല്ലാം വളരെ ചീപ്പാണെന്ന് പറയും, കോസ്റ്റ് കുറവാണ്, മാത്രമല്ല പോർട്ടബിളാണ്. പിന്നെ വെൽഡിംഗ് പെർമിറ്റ്സ് കൺസിഡറബിൾ ഫ്രീഡം ഇൻ ഡിസൈൻ. നമുക്ക് വളരെ ഇൻട്രിക്കേറ്റഡ് ആയിട്ടുള്ള പല ഡിസൈനിലൊക്കെ നമുക്ക് ഓരോ കമ്പോണൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഞാൻ ഗേറ്റിൻ്റെ എക്സാമ്പിളും ഗ്രില്ലിൻ്റെ എക്സാമ്പിളും ഒക്കെ പറഞ്ഞത്. അപ്പം ഗ്രില്ലിലും ഗേറ്റിലും ഒക്കെ പല ടൈപ്പ് ഓഫ് ഡിസൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മെറ്റൽ പീസസ് വളച്ചും അതിനെ ജോയിൻ ചെയ്തും കട്ട് ചെയ്തും കറക്റ്റ് ഡിസൈനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഫ്രീഡം ഈ വെൽഡിങ്ങിനുണ്ട്. അപ്പോൾ ചെറിയ പീസുകളാക്കി അതിനെ തമ്മിൽ ജോയിൻ ചെയ്തൊക്കെ ഓരോ ഡിസൈനൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ആവശ്യത്തിന് ഡിസൈനിൻ്റെ ഫ്രീഡം നമുക്ക് അവൈലബിൾ ആണ് വെൽഡിംഗ് എന്ന പ്രോസസ് ഉണ്ടെങ്കിൽ. പിന്നെ ഒരുപാട് ലാർജ് നമ്പർ ഓഫ് മെറ്റൽസ് ആൻഡ് അലോയ്സ് തമ്മിൽ ജോയിൻ ചെയ്യാം. 2 മെറ്റൽസ് ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസ്, അതായത് വേണമെങ്കിൽ ഒരു വർക്ക് പീസിൻ്റെ മെറ്റീരിയൽ കോപ്പറും മറ്റേ വർക്ക് പീസിൻ്റെ മെറ്റീരിയൽ മൈൽഡ് സ്റ്റീലാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ വേണമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം. കോപ്പറും മൈൽഡ് സ്റ്റീലും തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പം ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസും സിമിലർ ആയിട്ടുള്ള മെറ്റൽസും തമ്മിലൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാനൊക്കെ. മെറ്റൽസ് മാത്രമല്ല അതിൻ്റെ അലോയ്സ് തന്നെ അലോയ്സ് മെറ്റീരിയൽ, വർക്ക് പീസ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് അലോയ്സ് ആണെങ്കിലും അതൊക്കെ തമ്മിൽ നമുക്ക് വെൽഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം ഒരുപാട് നമ്പർ ഓഫ് മെറ്റൽസ് അലോയ്സ് എല്ലാം ഇതിൽ ഉപയോഗിച്ച് വെൽഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഒരു അഡ്വാൻറ്റേജ്, ഈ വെൽഡ് ജോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലൈറ്ററാണ്, വലിയ വെയിറ്റ് ഒന്നും വരത്തില്ല, ലൈറ്ററാണ്, മാത്രമല്ല സ്ട്രോങ്ങറുമാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ജോയിൻ്റാണ് ഈ വെൽഡിംഗ് എന്ന പ്രോസസ്സ് കൊണ്ട് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഈ ജോയിൻറ്റിന് വലിയ വെയിറ്റ് ഒന്നും കാണത്തില്ല, കുറച്ച് ലൈറ്ററാണെന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ജസ്റ്റ് കാണാതെ പഠിച്ചുകൊണ്ട് പോകുക, അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കുക, നിങ്ങൾക്ക് എഴുതാം. മേ ബി 2-3 മാർക്കിന് വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പം എഴുതാനായിട്ട് 2-3 പോയിൻറ്റ്സ് വെച്ച് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും പഠിച്ചുകൊണ്ട് പോകുക. അപ്പോൾ ഈ കാണുന്നതാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഡിസഡ്വാൻറ്റേജസ്. ലിമിറ്റേഷൻ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ വെൽഡിങ് ചെയ്യാനായിട്ട് നല്ല സ്കിൽ ഉള്ള ഓപ്പറേറ്ററാണ്, നല്ല സ്കിൽസും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വർക്കറിനെ കൊണ്ട് വെൽഡിങ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പം നമ്മൾ വെൽഡിങ് ചെയ്യാനാണെങ്കിൽ ഒട്ടും ആക്യുറസി കാണത്തില്ല, ഒട്ടും സർഫസ് സ്മൂത്ത് കാണത്തില്ല, ഉണ്ടാക്കുന്ന ജോയിൻറ്റിന് ഒരു സ്ട്രെങ്തും കാണത്തില്ല. ആവശ്യത്തിന് നല്ല സ്കില്ല്, വെൽഡിംഗ് ഒക്കെ കോഴ്സായിട്ട് പഠിക്കുന്നതാണ്. അത് പഠിച്ച് ആവശ്യത്തിന് എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും സ്കിൽസും ഒക്കെ ഉള്ള ഓപ്പറേറ്ററിന് മാത്രമേ വെൽഡിങ് ചെയ്യാനൊക്കത്തുള്ളൂ. പിന്നെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഈ വർക്ക് പീസ് ഡിസ്റ്റോർഷൻ സംഭവിക്കും. അതായത് ഈ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയാണോ ജോയിൻ്റ് ഉണ്ടാക്കേണ്ടത്, ഇപ്പോൾ ഇത് 2 പീസുകളാണ്, ഈ 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്നതാണ് ഇവിടെ. അപ്പോൾ ഈ 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഡ്ജസിനെയാണ് നമ്മൾ ചൂടാക്കുന്നത്. ചെറിയ ഫോക്കസ് ചെയ്ത് ആർക്ക് വെൽഡിംഗ് ആണെങ്കിൽ ആ ആർക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ എഡ്ജസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് ആ എഡ്ജസിൻ്റെ മാത്രമുള്ള കുറച്ച് തിക്നെസ്സിലുള്ള പാർട്ടാണ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ചെറുതായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. വർക്ക് പീസിൽ മൊത്തമായിട്ട് മെൽറ്റ് ചെയ്യത്തില്ല, അതിൻ്റെ എഡ്ജസിൽ കുറച്ച് തിക്നെസ്സിൽ ഭാഗം മാത്രമായിരിക്കും നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചൂട് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഹെവി ഹീറ്റ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. മേ ബി അറൗണ്ട് 3000 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത്. കാരണം ഇലക്ട്രിക് ആർക്ക് വരുന്ന ആ സ്പോട്ടിൽ തന്നെ, ആ സൈമൾട്ടേനിയസ് ആയിട്ട് ആ സമയത്ത് തന്നെ ആ ഭാഗം അങ്ങ് മെൽറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം അതിന് അത്രത്തോളം ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഹൈ ടെമ്പറേച്ചർ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിലും ആ ടെമ്പറേച്ചർ, ആ ഹീറ്റ് ഈ വർക്ക് പീസ് മുഴുവൻ അങ്ങെത്തും. കാരണം
ഈ വർക്ക് പീസ് എന്ന് പറഞ്ഞാൽ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. ഈ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആയിരിക്കും. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ തന്നെ ഹീറ്റ് അപ്ലൈ ചെയ്താൽ ആ വർക്ക് പീസ് മുഴുവൻ അങ്ങ് ചൂടാവും, നല്ല ഹൈ ടെമ്പറേച്ചറിൽ ചൂടാവും. ഈ വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വർക്ക് പീസിനെ കൈകൊണ്ട് തൊടാൻ തന്നെ ഒക്കത്തില്ല, കാരണം ഈ വർക്ക് പീസ് ഫുള്ള് നല്ല ചൂടായിരിക്കും. കാരണം അപ് ടു 3000 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പം ഈ വർക്ക് പീസ് തന്നെ ഫുൾ അങ്ങ് ചൂടാവും, നല്ല ഹൈ ടെമ്പറേച്ചറിൽ അങ്ങ് ചൂടാവും. ഇവിടെ മാത്രം മെൽറ്റ് ആവുന്നു എന്നേ ഉള്ളൂ, പക്ഷേ വർക്ക് പീസ് ബാക്കിയുള്ള ഏരിയയും നല്ലവണ്ണം ചൂടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചൂടായതിനു ശേഷം അത് തിരിച്ച് തണുക്കുന്ന സമയത്ത് ചിലപ്പം ഈ വർക്ക് പീസ് ചൂടാവുന്ന സമയത്ത് ഈ വർക്ക് പീസ് എക്സ്പാൻഡ് ചെയ്യും. അറിയാമല്ലോ, ഹീറ്റ് അപ്ലൈ ചെയ്യപ്പോഴും ആ വർക്ക് പീസ് എക്സ്പാൻഡ് ചെയ്യും, മെറ്റൽ ആയതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ തണുക്കപ്പോഴേക്കും അത് തിരിച്ച് കോൺട്രാക്ട് ചെയ്യും. അങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഈ വർക്ക് പീസിൻ്റെ ഷേപ്പൊക്കെ ചേഞ്ച് ചെയ്തു എന്ന് പറയാം. ചിലപ്പോൾ ഈ വർക്ക് പീസിൻ്റെ തിക്നെസ് കുറവാണ് എങ്കിൽ അത് തിരിച്ച് ഈ ചൂടായി ഈ വെൽഡിങ് ചെയ്ത് കഴിഞ്ഞ് അത് തണുത്ത് കഴിയുമ്പോഴേക്കും ഈ തിക്നെസ് കുറഞ്ഞ വർക്ക് പീസ് ആണെങ്കിൽ അത് ചിലപ്പോൾ വളഞ്ഞു പോകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. സാധാരണ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, വർക്ക് പീസ് ചിലപ്പോൾ വളഞ്ഞു പോകും. തിക്നെസ് കുറവായിട്ടുള്ള വർക്ക് പീസ് ആണെങ്കിൽ വെൽഡിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് തണുത്ത് കഴിയുമ്പോഴേക്കും ആ വർക്ക് പീസ് ചിലപ്പോൾ ഒന്ന് വളഞ്ഞു പോകും, അതായത് ഡിസ്റ്റോഷനൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ചിലപ്പോൾ ചേഞ്ച് ആയെന്ന് വരാം. ഈ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട് ചിലപ്പം ഡക്റ്റിലിറ്റി ഉള്ള മെറ്റീരിയലാണെങ്കിൽ ചിലപ്പോൾ ആ ഡക്റ്റിലിറ്റി അങ്ങ് നഷ്ടപ്പെട്ടെന്ന് വരാം, ചിലപ്പോൾ അത് ബ്രിട്ടിലായെന്ന് വരാം, അല്ലെങ്കിൽ ഹാർഡ്നെസ് കൂടിപ്പോയി എന്നൊക്കെ വരാം. കാരണം അത്ര ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് അവിടെ അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പോഴേക്കും ചിലപ്പം ആ വർക്ക് പീസിൻ്റെ ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ചേഞ്ച് ആയെന്നൊക്കെ വരാം. അപ്പം അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഇതിനുണ്ട്, അതായത് വർക്ക് പീസിന് ഡിസ്റ്റോർഷൻ സംഭവിക്കാം. പിന്നെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിന് എഡ്ജ് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. എഡ്ജ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെയാണ് വെൽഡ് വേണ്ടതെങ്കിൽ ആ വെൽഡിൻ്റെ 2 എഡ്ജസ് ചേർത്ത് വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ ഈ ജോയിൻ്റ് ഉണ്ടാക്കുന്നത്. ആ എഡ്ജസ് ചേർത്ത് വയ്ക്കുമ്പോൾ ആ എഡ്ജസിനെ ഒരു പർട്ടിക്കുലർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. ആ ഒരു പർട്ടിക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരുമാതിരി വി ഷേപ്പിലായിരിക്കും നമ്മളതിനെ കട്ട് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ എഡ്ജസിനെ ഏകദേശം ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എന്നിട്ടായിരിക്കും നമ്മളിവിടെ വെൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഈ ഫയലൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് ആണ് അതിനെ ആ വി ഷേപ്പിലോട്ട് ആക്കിയെടുക്കുന്നത് അതിൻ്റെ എഡ്ജസിനെ. അപ്പോൾ ഈ വി ഷേപ്പിലോട്ടൊക്കെ ആക്കിയെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് എഡ്ജ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. കാരണം വി ഷേപ്പിൽ ഇതിലൊരു വി ഷേപ്പിൽ ഒരു ഹാഫ് കാണും, മറ്റേ പീസിൽ വി ഷേപ്പിൻ്റെ മറ്റേ ഹാഫ് കാണും. എന്നിട്ട് അത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഈ ഫില്ലർ മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുത്ത് ഈ വെൽഡ് ജോയിൻ്റ് ഉണ്ടാക്കുന്നത്. അപ്പം വെൽഡിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഡ്ജസിനെ ഒരു വി ഷേപ്പിലൊക്കെ നമുക്ക് ആക്കിയെടുത്തിട്ട് ഈ വെൽഡിങ് ചെയ്യാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെയാണ് എഡ്ജ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് ടൈം എടുക്കും, അല്ലാതെ പെട്ടെന്ന് 2 പീസ് ചേർത്ത് വെച്ച് നമുക്ക് വെൽഡിങ് ചെയ്യാനൊക്കത്തില്ല. അതിൻ്റെ എഡ്ജസിനെ ഒരു വി ഷേപ്പിലോട്ട് ആക്കിയിട്ട് മാത്രമേ നമുക്ക് വെൽഡിങ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനാണ് എഡ്ജ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും, കുറച്ച് മാൻ പവറും നമുക്ക് വേണ്ടി വരും. ആ ഒരു ലിമിറ്റേഷനുണ്ട് ഈ വെൽഡിങ്ങിന്. പിന്നെ ഉള്ളതാണ് ഈ വെൽഡിങ് എന്ന് പറഞ്ഞാൽ ഹാർംഫുൾ ആയിട്ടുള്ള റേഡിയേഷനും ഫ്യൂംസും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്കറിയാം, വെൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് ലൈറ്റ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് സ്മോക്ക് ലിബറേറ്റ് ആവുന്നുണ്ട്. ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടാകുന്ന ഗ്യാസുകളാണ് ഈ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ലിബറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഹീറ്റ് എനർജി ലിബറേറ്റ് ആവും, ലൈറ്റ് എനർജി ലിബറേറ്റ് ആവും. നമുക്ക് നേക്കഡ് ആയതുകൊണ്ട് തന്നെ വെൽഡിങ് ചെയ്യുന്നത് നോക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം കണ്ണിന് ഇത് വരും, കേടുവരും. കാരണം നേക്കഡ് ആയതുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഹാർംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻ നേരിട്ട് നമ്മുടെ കണ്ണിലോട്ട് അടിക്കുകയും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാർംഫുൾ ആയിട്ടുള്ള റേഡിയേഷനൊക്കെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്മോക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വെൽഡിങ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതെല്ലാം ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കാണാം. മാത്രമല്ല, സ്ട്രക്ചർ ഓഫ് വെൽഡ് ജോയിൻറ്റ് ഈസ് നോട്ട് ആ സെയിം ആസ് ദി ബേസ് മെറ്റൽ. അതായത് നമ്മളിവിടെ കണ്ടു ഈ 2 മെറ്റൽ തമ്മിലാണ് ഈ വെൽഡിങ് ജോയിൻ്റ് ഉപയോഗിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആക്ച്വലി ഈ വെൽഡിങ് ജോയിൻറ്റ് കാണാനൊക്കും. ഇങ്ങനെ ഒരു ഡിസൈനിൽ നമുക്ക് ആക്ച്വലി എന്തായിരുന്നാലും കാണാനൊക്കും. മാത്രമല്ല കളർ എന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എവിടെ നോക്കിയാൽ ഇവിടെ ഏകദേശം സെയിം കളർ വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ കളർ ഡിഫറെൻ്റ് ആണെന്ന് പറയാം. ഈ വർക്ക് പീസിൻ്റെ സെയിം കളറല്ല ഈ വെൽഡിങ് ജോയിൻറ്റിന് വന്നിട്ടുള്ളത്. സെയിം കളർ വരാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഡിഫറെൻ്റ് ആണ്. ഈ കാണുന്ന ഈ 2 മെറ്റീരിയലല്ല ഈ ജോയിൻറ്റ് വന്നിരിക്കുന്ന മെറ്റീരിയൽ. ആ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വേറെ എന്തോ മെറ്റീരിയലാണ്, ഫില്ലർ മെറ്റീരിയലായിട്ട് ഉപയോഗിച്ച ആ മെറ്റീരിയലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഈ ഒരു വർക്ക് പീസിൻ്റെ സെയിം സ്ട്രെങ്ത് തന്നെ ഈ ആഡ് ചെയ്തിരിക്കുന്ന ഫില്ലർ മെറ്റീരിയൽ ഉണ്ടായിരിക്കണം എന്നില്ല. ഫില്ലർ മെറ്റീരിയലിന് മേ ബി സ്ട്രെങ്ത് കുറവായിരിക്കാം. ഈ കാണുന്നതൊക്കെ ഫില്ലർ മെറ്റീരിയൽ ചിലപ്പോൾ ഇവിടെ കളർ സെയിം ആണെങ്കിലും ചിലപ്പം ഇതേ സ്ട്രെങ്ത്, ഈ വർക്ക് പീസിൻ്റെ സെയിം സ്ട്രെങ്ത് തന്നെ ഈ ഫില്ലർ മെറ്റീരിയലിന് ചിലപ്പോൾ ഉണ്ടായിരിക്കണം എന്നില്ല. ഇവിടെയും കളർ ഡിഫറൻസ് ഉണ്ട്. മെറ്റീരിയൽ ഈ കാണുന്ന വർക്ക് പീസിൻ്റെ സെയിം മെറ്റീരിയലല്ല ഫില്ലർ മെറ്റീരിയലായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്ട്രെങ്തിനൊക്കെ ഡിഫറൻറ്റ് ആയിരിക്കും. ഇതിൻ്റെ ഈ ഫില്ലർ മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് തന്നെ ആയിരിക്കണമെന്നില്ല ഈ വർക്ക് പീസിൻ്റെ സ്ട്രെങ്തിന്. അപ്പം അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഈ വെൽഡിങ്ങിനുണ്ട്. ആ വെൽഡ് ജോയിൻറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബേസ് മെറ്റൽ, ആ വർക്ക് പീസിൻ്റെ ബേസ് മെറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് വർക്ക് പീസിനെയാണ്. ആ വർക്ക് പീസിൻ്റെ സെയിം സ്ട്രക്ചറും സെയിം സ്ട്രെങ്തും ഒന്നും ആയിരിക്കത്തില്ല അതിൻ്റെ ജോയിൻറ്റിന്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഈ വെൽഡിങ്ങിനുണ്ട്.
അപ്പോൾ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞ് 3-4 മാർക്സിന് എക്സാമിന് ചോദിക്കാം. ഫിഗർ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ മതി. 3-4 പോയിൻറ്റ്സ് വീതം ലിസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ആർക്ക് വെൽഡിങ്ങിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ചോദിക്കാം, നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും പഠിക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പം ഇത്രയും വെൽഡിംഗ് പ്രോസസ്സ് ഒന്ന് ലിസ്റ്റ് ചെയ്താൽ മതി. 3-4 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ട് ഓരോന്നിനെ പറ്റി 1-2 സെൻറ്റൻസ് കൂടെ ഒന്ന് എഴുതേണ്ടി വരും. അപ്പോൾ ഇതാണ് വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഒരു 2 അതിലധികമോ ഉള്ള വർക്ക് പീസുകൾ തമ്മിൽ, മെറ്റൽ പീസുകൾ തമ്മിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോയിൻ്റ് ഉണ്ടാക്കുക, ഹീറ്റ് അപ്ലൈ ചെയ്ത് പെർമനൻ്റ് ആയിട്ട് ഒരു ജോയിൻ്റ് ഉണ്ടാക്കുക എന്ന പ്രോസസ്സിനെയാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ വെൽഡിങ്ങിലുള്ള ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്, ആർക്ക് വെൽഡിങ്ങിനെ പറ്റി മാത്രമേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ആ ആർക്ക് വെൽഡിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.